So let us discuss about Claisen condensation. ഇത് നമ്മുടെ ഈഥൈൽ അസറ്റോഅസിറ്റേറ്റ് എന്ന് പറയുന്ന ആക്റ്റീവ് മെഥിലിൻ കോമ്പൗണ്ടിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടൻസേഷൻ. ക്ലൈസൻ കണ്ടൻസേഷൻ പഠിച്ചിട്ടുണ്ടാവും. അത് നമ്മൾ ഈഥൈൽ അസറ്റോഅസിറ്റേറ്റിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കണ്ടൻസേഷൻ പ്രോസസ്സാണ്. അതിന്റെ മെക്കാനിസം പറയാം. ഇതിൽ ബീറ്റ കീറ്റോ എസ്റ്റർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂഷ്വലി ക്ലേസൻ കണ്ടൻസേഷൻ റിയാക്ഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഈഥൈൽ അസറ്റോഅസിറ്റേറ്റ് എന്ന് പറയുന്ന ആക്റ്റീവ് മെഥിലിൻ കോമ്പൗണ്ടിൽ ഒരു എസ്റ്ററിന്റെ ആൽഫ ബീറ്റ പൊസിഷനിൽ കീറ്റോൺ ഉള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വി ക്യാൻ യൂസ് ക്ലേസൻ കണ്ടൻസേഷൻ റിയാക്ഷൻ. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ 2 മോളിക്യൂൾസ് ഓഫ് ഈഥൈൽ അസറ്റേറ്റ്, ഇത്രയും പോർഷൻ ഉണ്ടോ, ഇതൊരു ഈഥൈൽ അസറ്റേറ്റിന്റെ പോർഷൻ ആണ്. അത് 2 മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലേസൻ കണ്ടൻസേഷൻ വഴി നമുക്ക് ഈ പറഞ്ഞ ആക്റ്റീവ് മെഥിലിൻ കോമ്പൗണ്ട് ഉണ്ടാക്കാം. ഓക്കെ, എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ബേസിന്റെ ഓക്സൈഡിന്റെ പ്രസൻസിൽ ഇവിടെ ഒരു ഈഥൈൽ അസറ്റേറ്റിന്റെ ഈ ഹൈഡ്രജൻ ആക്റ്റീവ് ആണ് അതിനെ അബ്സ്ട്രാക്ട് ചെയ്യും. എന്നിട്ട് ഒരു നെഗറ്റീവ് ചാർജ് ഉള്ള സ്പീഷീസ് CH2 മേലെ ഒരു നെഗറ്റീവ് ചാർജ് ഉള്ള സ്പീഷീസ് ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് ദിസ് തിങ് അഗെയിൻ റിയാക്ട്സ് വിത്ത് അനദർ മോളിക്യൂൾ ഓഫ് ഈഥൈൽ അസറ്റോഅസിറ്റേറ്റ്. അതായത് ഈ നെഗറ്റീവ് ചാർജ് പിന്നെ അടുത്ത മോളിക്യൂളിനെ അറ്റാക്ക് ചെയ്യുന്നത് എവിടെയായിരിക്കും? അതിൻ്റെ ഒരു കാർബണൽ ബോണ്ട് ഉണ്ട് അല്ലേ, അവിടെ വന്ന് അറ്റാക്ക് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഓക്സിജനിലേക്ക് ഇലക്ട്രോൺസ് കയറുന്നതായിട്ട് വരയ്ക്കുക. എന്നിട്ട് ഇത് വന്ന് ഇവിടെ ജോയിൻ ചെയ്യുന്നു, ഓക്സിജനിൽ നിന്ന് തിരിച്ച് കാർബണിലേക്ക് ഇലക്ട്രോൺസ് തിരിച്ചു വരുമ്പോൾ ഈ OET എലിമിനേറ്റ് ചെയ്ത് പോകും. -OET എന്ന് പറഞ്ഞിട്ട് അത് പോകും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇത്രേ ഉള്ളൂ മെക്കാനിസം ക്ലേസൻ കണ്ടൻസേഷൻ വഴി ഈഥൈൽ അസറ്റോഅസിറ്റേറ്റ് ഉണ്ടാക്കുന്നത്.